ദൈവമേ നശിപ്പിച്ച്. എന്താണോ താഴെ ഇട്ടത്? എന്റെ സാറ് ഞാനൊരു മിന്നൽ കൊണ്ടുവച്ചു. ഒരു ഇടി കൊണ്ടുവയ്ക്കുമ്പോഴത്തെ ഒരു ചെറുത് താഴെ വീണന്റെ ശബ്ദം കേട്ടത്. ഇടിയൊക്കെ നിലത്തിട്ട് പൊട്ടിച്ചു കളയല്ല. ഇനി ഇടി പൊട്ടിച്ച് കളഞ്ഞാ പൊട്ടിക്കില്ല. കേട്ടോ കേട്ടോ. ഒപ്പിടാൻ ഒരു പണി ചെയ്യണം. ഒരു 4 ഫയലിലും കൂടി ഒപ്പിടാനുണ്ട്. ഞാൻ ആ ഫയലും എടുത്തിട്ട് വരാം. സാറോടെ ഇരിക്കട്ടോ. ആടാ അത് എടുത്ത് വെക്കടോ. മഴ ഞങ്ങൾ ബ്ലാക്കിൽ പെയ്ച്ചു തരാം. ബ്ലാക്കിൽ മഴ പെയ്ച്ചു തരാം. ബ്ലാക്കിൽ മഴ പെയ്യിപ്പിക്കണ പരിപാടി ഉണ്ടോ? എങ്ങനെയാത്? ഇതൊക്കെ സർക്കാർ ഓഫീസല്ലേ, കൈക്കൂലി കൊടുത്ത് മുടിയത്തേ ഉള്ളൂ. ഇതൊക്കെ പെയ്ത് നമ്മളൊക്കെ പറഞ്ഞാലുണ്ടല്ലോ മഴ അച്ചട്ടാണ്. പിന്നെ എങ്ങനെയത് പെയ്യണത്? ഇതൊക്കെ ആളുകളുണ്ടെന്ന്. ആരൊക്കെയത്? ഞാനും എൻ്റെ അനിയന്മാരും കുറച്ച് പിള്ളേരും ഒക്കെ ഉണ്ട്. വീട്ടിൽ കുളമുണ്ടോ? കുളം ആ പഞ്ചായത്ത് മൊത്തം കുളമായിട്ട് കിടക്കാല്ലേ? ആണല്ലോ. ഞങ്ങൾ നേരെ അങ്ങോട്ട് വരും. കുറച്ച് കറ്റയും ചൂട്ടും ഒക്കെ നേരെ കത്തിച്ചുകൊണ്ട് നേരെ കുളത്തിലേക്ക് ഇറങ്ങും. കുളത്തിന്റെ അടിയിൽ നിന്ന് നേരെ ഇതെല്ലാം കൂടി കത്തിച്ച് കൃത്രിമ നീരാവി ഉണ്ടാക്കും. ഉണ്ടല്ലോ അതുപോലത്തെ സാധനം കൃത്രിമ നീരാവി. ടെസ്റ്റ് ശിശുവിന്റെ കാലമാണ്, പഴയ പോലെ ഒന്നും അല്ല. ഞങ്ങൾ നേരെ ഈ കൃത്രിമ നീരാവി ഉണ്ടാക്കി നേരെ മേഘങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് നേരെ ഒരൊറ്റ മഴയാണ്. പിന്നെ ബ്ലാക്കിൽ മഴ ഇവിടുത്തെ ഒന്നും കൊടുക്കണം. ഇപ്പൊ ഭയങ്കര പൈസയാവും. കൈക്കൂലി കൊടുത്ത് ഊപ്പാട് വരും. എടാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഓഫീസിന്റെ അടുത്ത് വന്ന് ബ്ലാക്കിൽ മഴ പെയ്യിപ്പിച്ച് കൊടുക്കരുത്. എന്ത് ഞങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ ആള് സ്റ്റാഫ് ഇരിക്കണില്ലേ? ഇനി മേലെ ഈ പരിസരത്ത് കണ്ടു കൊടുത്തു. ഒരു ബ്ലാക്കിൽ മഴ പെയ്യിക്കലുകാരും ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കുകാരെ കൊണ്ട് തോറ്റ്. സാറേ ഒപ്പും കൊപ്പൊന്നുമില്ല. സാറങ്ങ് പോയിക്കേ. ഞങ്ങൾ അവിടെ മഴ പെയ്യിച്ചാ പോരെ. ഒപ്പ് വരെ സമരം ചെയ്യും. സമരം ചെയ്യും. പെയ്യിക്കും 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 ചറ പറ പെയ്യിക്കും. പെയ്യിക്കും വരെ സമരം ചെയ്യും. അവരെങ്ങ് വിളിച്ചിട്ടോ എല്ലാരും അങ്ങോട്ട് പോക്കോ. ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ടേ വരത്തുള്ളൂ. സമരം ചെയ്യാനായിട്ട് വന്നു. ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എന്റെ പൊന്നു സുഹൃത്തെ, താൻ എത്ര ദിവസം ഈ ഓഫീസിന്റെ മുമ്പിൽ കിടന്ന് ഈ ജാഥ വിളിക്കണത്? അല്ല എന്തിനു വേണ്ടിട്ട് ഈ ജാഥ വിളിക്കുന്നത്? മഴ പെയ്യിക്കണം. മഴ പെയ്യിച്ചാ പോരെ? അത് ഞങ്ങൾ പെയ്യിച്ചോളാം. വേറൊരു കാര്യം പറയട്ടെ. ഈ തഴക്കര ഗ്രാമപഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എന്റെ ഗ്രാമമാ. ആണോ? കേൾക്കണം. കേൾക്കാം. പുഴകളും മലകളും മലഞ്ചരിവുകളും സാറിതെന്തോ കാണിക്കുന്നത് സാറേ? അല്ല സാധാരണ ഈ സിനിമയിലും കാസറ്റിലൊക്കെ ഈ ഗ്രാമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിക് ഉണ്ട്. അല്ല ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. മ്യൂസിക് വേണ്ടേ? അതായത് ഒരു മഴ, പേരിന് വേണ്ടി ഒരു മഴ പെയ്ത് ഞങ്ങളുടെ കുളത്തിലും പുഴയിലും വെള്ളമൊന്നും നിറയ്ക്കുമോ സാറേ? രാജസ്നേഹി, ഞാൻ ഇപ്പഴാ ഒരു യഥാർത്ഥ രാജസ്നേഹിയെ കണ്ടത്. സാധാരണ എല്ലാവരും പേഴ്സണൽ ആയിട്ടാണ് വന്ന് പറയാറ്. മഴ പെയ്തില്ല, അതുകൊണ്ട് കിണർ നിറഞ്ഞില്ല, പൈപ്പിൽ വെള്ളമില്ല, പിള്ളേർ സ്കൂളിൽ പോയിട്ടില്ലെന്ന്. ഇപ്പോഴാണ് സ്വന്തം നാട്ടിലെ പുഴ നിറച്ച് കാണണമെന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ രാജസ്നേഹിയെ ഞാൻ കണ്ടത്. രാജസ്നേഹം കൊണ്ടൊന്നുമില്ലെന്ന്. പിന്നെ പുഴയിൽ വെള്ളമില്ലാത്ത കാരണമേ ഒരു കുളിസിയും കണ്ടിട്ട് 7 മാസമായി. എന്റെ കണ്ണാണ് കടിച്ചിട്ടും പാടില്ല. നല്ല വിശക്കുന്നു. ഇവിടെ ഒന്നും വെച്ചില്ലേ? വെച്ചടാ, വന്ന് തിന്നോ. ആണായിട്ടൊരു മോൻ പറഞ്ഞപ്പോ ഞങ്ങൾ കരുതി ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ തീർന്നെന്ന്. ബൂസ്റ്റ് ഇരിപ്പുണ്ടോ? ഞാൻ എടാ, നിനക്ക് എന്തെങ്കിലും കഷ്ടപ്പാടില്ലാത്ത പണിക്ക് പോകാൻ പാടില്ലേ? ജോസ് കുട്ടി ഒന്ന് വിളിച്ചപ്പോ അമ്മ എന്നെ വിട്ടോ. അവൻ എന്താ പണി? അവൻ ലേഡീസ് ഹോസ്റ്റലിലെ വാച്ച്മാൻ. ഒന്നുമില്ലെങ്കിൽ എനിക്കും അവിടെ പോയി ഇരിക്കാറുണ്ടല്ലോ. എടാ, ഞങ്ങള് തെണ്ടി ചെലവിന് തന്നാലും എന്റെ മോനാ പണിക്ക് പോണ്ട. അമ്മ, എന്റെ ആരോഗ്യത്തിന് പറ്റിയ പണിയൊന്നും കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ നടക്കുന്നു. എടോ, നിന്നെ പോലുള്ള ചെറുപ്പക്കാർ എന്തോരം പണിക്ക് പോകുന്നു. നിനക്ക് അതുപോലെ എന്തെങ്കിലും പണിക്ക് പോകാൻ പാടില്ല. ശരി, എന്നാ അമ്മയുടെ ഇഷ്ടപ്രകാരം ഒരു കലാകാരനായ ഞാൻ ഒരു പണി തിരഞ്ഞെടുത്തു. എന്താണാവോ? പെയിന്റിംഗ് പണി. അങ്ങനെ ഒരു തൊഴിൽ കൂടെ പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യുന്നതിലും നാണിക്കേണ്ടതില്ലല്ലോ. കാശ് മുടക്കുന്നവനല്ലേ ദണ്ണമുള്ളൂ. നമുക്കാര് കാശ് തരുന്നോ പണിയെടുക്കാം. പിന്നെന്ത് പേടിക്കാൻ? ആഹാ, ഇത്രയും നന്നായിട്ട് ഞാൻ എപ്പോ തുടങ്ങിയത് എഴുതാൻ? ഇനി ഒരുത്തന്നെ ഇതിനകത്ത് കമാന്നൊരക്ഷരം എഴുതുകയില്ല, പോസ്റ്റ് ഒട്ടിക്കുകയില്ല. അത്രയ്ക്കായി. പരസ്യം പതിക്കരുത്. പരസ്യം പതിക്കരുത്. അല്ല, പരസ്യം പതിച്ചാൽ എന്നാ കുഴപ്പം? വീട്ടുകാരെ, പരസ്യം പതിച്ചാൽ എന്നാ കുഴപ്പം?
പരസ്യം പതിക്കരുത്. പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പം? പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പമെന്നാ അതിവർക്കാർക്കും അറിയില്ലേ? ആ, പരസ്യം പതിച്ച പല കുഴപ്പങ്ങളുണ്ട്. അതിവർക്ക് ആദ്യം മനസ്സിലാക്കി കൊടുക്കും. ഈശ്വര, ഞാൻ കഷ്ടപ്പെട്ട് പെയിന്റ് അടിച്ചു വെച്ചതാ. ചിന്നു ആരെ നോക്കി നിക്കുവാ? ഞാൻ പാൽക്കാരനെ നോക്കി നിൽക്കുവാ. ഇങ്ങനെ വയറ് നിറച്ചു പാലും കുടിച്ചു പുര നിറഞ്ഞു നിന്നോ. തടി കൂടിയാ ഞാൻ കെട്ടുകയില്ല. തടി കുറക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ കുറയണ്ടേ? അതിന് ഓടിയാ പോരെ. ഓടിയാ തടി കുറയോ? അതിന് ഉദാഹരണമല്ലേ ഈ ഞാൻ. ആണോ? ആ, ചിന്നു ഓടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണക്കി സിമ്രാനാക്കി ഞാൻ കൈ തരും. സിമ്രാനോ? ആ, ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ എമ്മൻ നമ്പ്യാര്, നീ ഇപ്പോഴും പഴയതുപോലെ ഓടുന്നുണ്ടോടാന്ന്. ഏതെമ്മൻ നമ്പ്യാര്? നമ്മുടെ കോച്ച് നമ്പ്യാര്. ഉഷ ഓടിക്കുന്നു അങ്ങേരല്ലേ? ആ, അങ്ങേരല്ലേ എന്നെ സ്ഥിരമായിട്ട് ഓടിക്കുന്നേ. എന്നിട്ട് ഇന്നലെ വേറെ ആരോ ഓടിച്ചെന്നാണല്ലോ കേട്ടത്. അത് വേറെ ആൾക്കാർ വേറെ ആവശ്യത്തിന് ഓടിച്ചതാ. എന്നാലും ഓടിയാ തടി കുറയോ? ഉറപ്പല്ലേ? ശരി, ചിന്നു ഓടിക്കോ. ഒരാഴ്ച കൊണ്ട് ചിന്നുവിന്റെ ബോഡി ലാംഗ്വേജ് ഡെയിലി എത്രത്തോളം കുറയുന്നു എന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സ്റ്റാർട്ട്. അങ്ങോട്ടല്ലേ? മമ്മി, ഞാൻ പോയിട്ട് വരാം. അതെ, പാല് വരും. അയ്യോ, ഞാൻ ക്ഷീണിച്ചു. എനിക്ക് വയ്യ. സ്ഥിരമായിട്ട് ഓടിയാൽ കിതക്കത്തില്ല. അതൊന്നും അല്ല, ഈ ഏരിയയിലൊക്കെ നിറച്ചു പട്ടിയാ. നമുക്ക് തിരിച്ചു പോവാം. പട്ടി കടിക്കത്തില്ല. അയ്യോ, എനിക്ക് പേടിയാ. ഞാൻ സ്ഥിരമായിട്ട് ഓടുന്നത് കൊണ്ട് എല്ലാ പട്ടികൾക്കും എന്നെ പേടിയാ. എന്നാലും എനിക്ക് പേടിയാ, പട്ടി കടിച്ചാലോ? ഇന്നാളൊരു പട്ടി എന്നെ കടിക്കാൻ വന്നു. ഞാൻ പിടിച്ചൊരു കടി കൊടുത്തു. അതിനുശേഷം എല്ലാ പട്ടികൾക്കും എന്നെ പേടിയാ. അതുങ്ങളൊക്കെ അറിഞ്ഞു കാണും. എന്നാലും എനിക്ക് പേടിയാണെങ്കിലേ ഇന്നാ ഈ വടി വച്ചോ, വന്നാൽ ഒരു അടി കൊടു. പിന്നെ ഇത് ഒറ്റ അടിക്ക് തന്നെ പോകും, കണ്ടോ? എന്നാ വേണ്ട, ഇതാ എന്നാ വലിയ വടി വെച്ചോ. വന്നാൽ എങ്ങനെ? വന്നാൽ ഒറ്റയടി. എങ്ങനെ? ഇങ്ങനെ. ഓടിക്കോ. ലോണ്ണ, ഇതവിടെ പോയി? ചേട്ടാ, ലോണിനെ കണ്ടോ? നോക്കിയേ. അയ്യോ, ഇതെന്ത് പറ്റി? പെങ്ങളെ, ഇവൻ ആരാന്നറിയോ? ഇവന്റെ പണി എന്താണെന്നറിയാവോ? പെൺപിള്ളേരുടെ ചിത്രങ്ങളെടുത്ത് തലവെട്ടി മാറ്റി അശ്ലീല ചിത്രങ്ങളാക്കിയിട്ട് ഇന്റർനെറ്റിൽ കൊടുക്കുന്ന വൃത്തികെട്ടവനായവൻ. അയ്യോ, ഇത് അങ്ങനത്തെ ആളൊന്നുമല്ല. ഓടുന്ന അനുസരിച്ച് എന്റെ തടി കുറഞ്ഞെന്നറിയാൻ വേണ്ടിയാ ലോണിനെ ഷൂട്ട് ചെയ്തത്. എന്നാ ഇവനത് വാ തുറന്ന് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. സമ്മതിച്ചില്ലല്ലോ. വെറുതെ മനുഷ്യന് സമയം കിടത്തി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ലോണിന് ഓടി ഉണങ്ങിയതല്ല, നാട്ടുകാർ ഇടിച്ചുണക്കിയതാണ്.